Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എലാഞ്ചി ആണ്. ഇത് ഒരു നല്ലൊരു മധുരമുള്ള ഒരു അപ്പമാണ്. നമ്മൾ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനിവിടെ 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ട, അത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വെള്ളം. അപ്പോൾ ഇതൊരു നമുക്ക് ദോശയുടെ ഒക്കെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഞാനൊരു കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. ഇത് മൈദ ആയതുകൊണ്ട് നമ്മൾ കലക്കും തോറും ഇത് തിക്കായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കലക്കി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കട്ടി ആയിക്കോളും. ഇത് ഒരു കട്ടയില്ലാണ്ട് നല്ല പോലെ ഇതൊന്നൊന്ന് കലക്കിയെടുക്കണത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പം 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്ന അളവാണ്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന് വെച്ചിട്ട് നോക്കുക. ചിലപ്പോൾ വെള്ളം അധികമൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഓരോ പൊടിയുടെ കണക്കനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് കലക്കുമ്പോൾ നല്ല കട്ടയില്ലാണ്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അത് നമ്മൾ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ദോശയുടെ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കുന്നത്. മൈദ ആകുമ്പോൾ എന്നു വെച്ചാൽ നമ്മൾ കലക്കി ഒന്നൊരു കട്ട നല്ല ലൂസാക്കിയാലും അതൊന്ന് ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേക്കും അതൊന്ന് കുറുകി വരും. അത് വീണ്ടും ഒന്ന് കട്ടയായി തുടങ്ങും അത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ നമ്മൾ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. മുട്ട ചേർത്തേക്കുന്നതല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ല ഉപ്പും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ചേർന്ന് വരണം. ഇത് നമ്മുടെ മാവ് അപ്പോൾ നമ്മുടെ ബാറ്റർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫില്ല് ചെയ്യാനുള്ള തേങ്ങയുടെ മിക്സ്ചർ ഉണ്ടാക്കാം. ഇനി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇറക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ മധുരം വേണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇടുവാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഏലക്ക ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. അപ്പോൾ ഏലക്കയും കൂടെ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എലാഞ്ചി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മൈദയുടെ മാവുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ മൈദയുടെ മാവ് ഇപ്പോൾ നോക്കിക്കുക, നമ്മൾ ആദ്യം ആക്കിയപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടായിരുന്നു. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഈ തവയുടെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പം ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് തവയായതുകൊണ്ട് ഞാനിത് എണ്ണയൊന്നും തൂക്കുന്നൊന്നുമില്ല. നമ്മൾ ഇരുമ്പിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഒന്ന് എണ്ണ തൂത്ത് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ അത് തൂക്കുക. എന്നിട്ട് ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുക്കുക. അപ്പോൾ നൈസായിട്ട് വേണം ഇത് പരത്താനായിട്ട്.
ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോക്കനട്ട് മിക്സ്ചർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ വേണം വെക്കാനായിട്ട്. വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. നമ്മൾ മസാല ദോശയൊക്കെ മടങ്ങിയിരിക്കത്തില്ലേ, അത് കണക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സൈഡൊന്ന് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ മറിച്ചിടുന്നതുകൊണ്ട് ഇത് ഒട്ടി വരുത്. ഇങ്ങനെ ആ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിക്കോളൂ കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണത്. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയാണ് വെച്ചേക്കണത്. അത് ചൂട് കൂടി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് മറിച്ചിടാം. ഇതാ ഈ സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തവയിൽ നിന്ന് മാറ്റാം. ഇതാ ഒന്നുകൂടി ഉണ്ടാക്കാം. ആദ്യമേ നമ്മൾ ദോശ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. നൈസായിട്ട് വേണം പരത്താനായിട്ട്. അതങ്ങനെ പരത്തിയതിന് ശേഷം ഉടനെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ സൈഡിലായിരിക്കണം തേങ്ങ വെക്കാനായിട്ട്. തേങ്ങ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മറിച്ചിടാം. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ല മധുരം ഉണ്ടാവും. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇത് ഇതിനകത്ത് പിന്നെ കുറച്ച് മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതൊരു ഹെൽത്തിയും കൂടിയാണ്. ഇങ്ങേപ്പുറത്തെ സൈഡ് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല മധുരമുള്ള ഒരു സ്നാക്കാണിത്. ഇതൊരു പാൻ കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.